പഠനത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്ന അൻസിജി എന്ന മിടുക്കിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ അപ്രതീക്ഷിത വേർപാട് സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിലനിൽക്കുന്ന ക്രൂരമായ മാനസിക പീഡനങ്ങളുടെയും പ്രതികാര നടപടികളുടെയും നേർചിത്രമാണ് വീണ്ടും പുറത്തു കൊണ്ടുവരുന്നത്. MGR യൂണിവേഴ്സിറ്റിക്കു കീഴിലുള്ള കന്യാകുമാരി കരിങ്കൽ ബദലേഹം കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അൻസിജിയുടെ ദുരന്തപൂർണമായ മരണം ഒരു കുടുംബത്തിന്റെ മായാത്ത കണ്ണീരായി മാറുന്നതിനൊപ്പം വിരൽ ചൂണ്ടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര ദുർവിനിയോഗങ്ങളിലേക്കുമാണ്. 10ാം ക്ലാസ്സിലും പ്ലസ് 2വിലും ഉയർന്ന മാർക്കോടെ ഉജ്ജ്വല വിജയം നേടിയാണ് അൻസിജി നഴ്സിംഗ് കോളേജിൽ പ്രവേശനം നേടിയത്. സർവകലാശാല പരീക്ഷയിലും 75%-ലേറെ മാർക്ക് വാങ്ങി പഠന മികവ് പുലർത്തിയ ഈ വിദ്യാർത്ഥിനി KSRTC താൽക്കാലിക കണ്ടക്ടറായ അനിൽ രാജിന്റെയും സ്വകാര്യ ബാങ്ക് ജീവനക്കാരിയായ സോണിയയുടെയും വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമായ മാനസിക പീഡനങ്ങളാണ് ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ കവർന്നെടുത്തത്. വിദ്യാർത്ഥികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും വില കൽപ്പിക്കുന്നില്ലെന്ന പരാതി ഉയർന്ന കോളേജ് ഹോസ്റ്റലിലെ മോശം ഭക്ഷണത്തിനെതിരെ പ്രതികരിച്ചതാണ് അൻസിജിയെ മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടാക്കിയത്. ന്യായമായ ആവശ്യത്തിനു വേണ്ടി സമരം ചെയ്തു എന്നതിനെ തുടർന്ന് 15 ദിവസത്തേക്ക് അൻസിജിയെ കോളേജിൽ നിന്ന് പുറത്താക്കി. ഇതിനു പുറമെ 50,000 രൂപ പിഴത്തുകയായി അടപ്പിച്ച ശേഷമാണ് വിദ്യാർത്ഥിനിയെ വീണ്ടും ക്ലാസ്സിലേക്ക് തിരിച്ചെടുത്തത്. ഈ സംഭവം മാനേജ്മെന്റിന് കുട്ടിയോടുള്ള വ്യക്തിവൈരാഗ്യമായി മാറുകയായിരുന്നു. പിഴ അടച്ച് തിരികെ പ്രവേശിച്ചതിന് ശേഷവും വിവിധ തരത്തിലുള്ള അനാവശ്യ കാരണങ്ങൾ ഉണ്ടാക്കി അൻസിജിയെ മാനേജ്മെന്റും അധ്യാപകരും നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. പ്രതികാര ബുദ്ധിയോടെയുള്ള ഇത്തരം നീക്കങ്ങൾ കുട്ടിയുടെ മാനസിക നിലയെ വലിയ തോതിൽ തളർത്തി. പഠനത്തിലും ക്യാമ്പസ് ജീവിതത്തിലും മികവ് പുലർത്താൻ ശ്രമിച്ചെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീതികേടും നിരന്തര നിരീക്ഷണങ്ങളും പെൺകുട്ടിക്ക് വലിയ മാനസിക ഭാരമായി മാറി. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ഓഗസ്റ്റ് 14-ന് കോളേജിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്കിടയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം. ആഘോഷങ്ങൾക്കിടെ ഫോൺ ഉപയോഗിച്ചു എന്നാരോപിച്ച് പ്രിൻസിപ്പൽ ഷീജ സഹപാഠികളുടെയും മറ്റ് അധ്യാപകരുടെയും മുന്നിൽ വെച്ച് അൻസിജിയെ പരസ്യമായി കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുകയും ശകാരിക്കുകയും ചെയ്തു. അപമാനഭാരത്താൽ മനംനൊന്ത പെൺകുട്ടി തൊട്ടു പിന്നാലെ കോളേജ് കെട്ടിടത്തിന്റെ 3ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ ഗുരുതരമായി പരിക്കേറ്റ അൻസിജിയെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെയും കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നും കടുത്ത ഉത്തരവാദിത്തമില്ലായ്മയാണ് പ്രകടമായത്. കുട്ടി കാൽ വഴുതി താഴേക്ക് വീണതാണ് എന്ന തെറ്റായ വിവരമാണ് ആശുപത്രി അധികൃതരെയും മാതാപിതാക്കളെയും കോളേജ് അധികൃതർ ധരിപ്പിച്ചത്. മകൾക്ക് അപകടം പറ്റിയ വിവരമറിഞ്ഞ് മാതാപിതാക്കൾ ആശുപത്രിയിലെത്തുമ്പോൾ കുട്ടിയെ തനിച്ചാക്കി കോളേജ് അധികൃതർ സ്ഥലം വിട്ടിരുന്നു. ഗുരുതരാവസ്ഥയിലായ അൻസിജിയെ പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു.